അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ഹുണ്ടായി ഐ10 ടൈമിംഗ് ബെൽറ്റ് മാറുന്ന വീഡിയോ ഉണ്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഐ10 ടൈമിംഗ് ബെൽറ്റ് മാറണം, ടെൻഷനർ മാറണം. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന പീരീഡ് പറഞ്ഞാൽ 1,00,000 കിലോമീറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 വർഷം 10 വർഷത്തിനുള്ള മാറും. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ പറഞ്ഞാൽ ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ 15 വർഷം വണ്ടി കഴിഞ്ഞിട്ടുണ്ട്, 15 വർഷം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. അതുകൊണ്ട് തന്നെ എൻ്റെ ടൈമിംഗ് ബെൽറ്റ് മാറണം. ഒന്നെങ്കിൽ 1,00,000 കിലോമീറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ 15 വർഷം. ഈ 15 വർഷം കാണുന്ന സമയത്ത് ബെൽറ്റിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ ബെൽറ്റ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടീത്ത് തെന്നി പോകാൻ, ടീത്ത് ചെത്തി പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ 15 വർഷം ആയി കഴിഞ്ഞാൽ ടൈമിംഗ് ബെൽറ്റ് മാറണം തന്നെ. എല്ലാ ടൈമിംഗ് ബെൽറ്റും ഉള്ള വണ്ടികളൊക്കെ 15 വർഷം ആയി കഴിഞ്ഞാൽ മാറണം. കിലോമീറ്റർ നോക്കണ്ട, 15 വർഷം ആയി കഴിഞ്ഞാൽ മാറണം. അല്ലാന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്റർ മാറണം. 1,00,000 കിലോമീറ്റർ അതിന് മുന്നേ മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 90-ലോ 95-ലോ മാറിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, വണ്ടി സേഫാണ്. ഈ ടൈം ബെൽറ്റൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് അഴിക്കണമെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ എയർ വലിക്കണ ഹോസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റിയേക്കണം. പിന്നുള്ളത് അവിടെ 2 സോക്കറ്റുകൾ ഉണ്ടായിരിക്കും, ആ സോക്കറ്റുകൾ മാറ്റി വയ്ക്കുക. അത് ടൈമിംഗ് കവറിൻ്റെ അവിടെയാണ് ബോൾട്ട് അയക്കാനുണ്ട്. അപ്പം ആ സോക്കറ്റ് ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, അതഴിക്കുക. അതഴിച്ചതിന് ശേഷം നമുക്ക് ആ വയറിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കുക. പിന്നുള്ളത് മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ, പിന്നെ വാട്ടർ പമ്പിൻ്റെ അവിടെ ബെൽറ്റ് അയക്കണം, ഓൾട്ടറേറ്ററിൻ്റെ ബെൽറ്റ് അയക്കണം, AC-ൻ്റെ ബെൽറ്റ് അയക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഹെഡ്ലൈറ്റ് നമ്മൾ അയച്ച് മാറ്റുന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റ് അയച്ച് മാറ്റി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറച്ച് കൈയിടാനും പിന്നെ മൗണ്ടിങ് അഴിക്കാനൊക്കെ സുഖമായിട്ട് അഴിക്കാൻ പറ്റും ഹെഡ്ലൈറ്റ് മാറ്റി കഴിഞ്ഞാൽ. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ 2 10-ൻ്റെ ബോൾട്ട് അഴിക്കുക. 2 10-ൻ്റെ ബോൾട്ട് മുകളിലുണ്ടായിരിക്കും, പിന്നെ അടിയിൽ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ ഒരു വൈപ്പർ ടാങ്കിൻ്റെ അവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതും അഴിച്ചതിന് ശേഷം പിന്നെ ബമ്പറിൻ്റെ ഈ സൈഡിലെ ബമ്പറിൻ്റെ ഒരു 2-3 സ്ക്രൂവും കാര്യങ്ങളും അഴിച്ച് ബമ്പർ ജസ്റ്റ് ഒന്ന് വൈഡാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ക്ലിപ്പും ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി അഴിച്ചതിന് ശേഷം ബമ്പറിൻ്റെ സൈഡിൽ സ്ക്രൂ ഉണ്ടായിരിക്കും, കാണിച്ചു തരാം. 10-ൻ്റെ ബോൾട്ട് ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല ഗ്യാപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇനി ആ ബമ്പറിൻ്റെ അവിടെ സ്ക്രൂ ഉണ്ടായിരിക്കും, സൈഡിൽ സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ വെച്ചിട്ട് നേരെ ബമ്പറൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ ആ ക്ലിപ്പിൽ നിന്ന് പോരും. ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഒരാൾ ആ ഹെഡ്ലൈറ്റിനെ വലിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് സുഖമായിട്ടാണ് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ സോക്കറ്റ് അഴിച്ചിടണേ, ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും, അതാണ് അഴിച്ചിടുക. ഓക്കെ, ഇതുണ്ടോ, ഇപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അഴിക്കാൻ സുഖമാണ്. പിന്നെ അതിൻ്റെ കൂടെ ആ റിസർവർ ടാങ്ക് ഉണ്ടല്ലോ കൂളൻ്റെ, അതും കൂടി അവിടുന്ന് അഴിച്ച് മാറ്റിയേക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഗ്യാപ്പ് കിട്ടും നമുക്ക്. 2 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ടൈമിംഗ് ബെൽറ്റ് മാറാം, അതായത് വാട്ടർ പമ്പ് ലീക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടിങ് അയക്കണം കേട്ടോ. ആ ടൈമിംഗ് ബെൽറ്റ് അയക്കേണ്ട ആവശ്യം വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഊരിട്ടാൽ മതി. പക്ഷേ നമ്മൾ ഇതിൽ ടൈമിംഗ് ബെൽറ്റ് മാറണം. അതോടെ തന്നെ അതിൻ്റെ മൗണ്ടിങ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും ടൈമിംഗ് ബെൽറ്റ്. അതുകൊണ്ട് മൗണ്ടിങ് അയക്കണം. അപ്പോൾ നമ്മളെ കൂളിൻ്റെ റിസോർട്ട് ടാങ്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ റൈറ്റ് സൈഡ് വീല് പൊക്കണം. വീല് പൊക്കിയിട്ട് ഈ റൈറ്റ് സൈഡ് വീൽ അയച്ചിടണം. ഇനി അവിടെ ക്രാങ്കിൻ്റെ ബോൾട്ട് ഊരാണ്ട്, ബെൽറ്റ് ഊരാണ്ട്, അതായത് ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഊരാണ്ട്, AC-ൻ്റെ ബെൽറ്റ് ഊരാണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് റൈറ്റ് സൈഡിൽ പൊക്കി വെച്ചിട്ട് വീൽ അയച്ചിടാം. പിന്നെ ക്രാങ്കിൻ്റെ അവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ടായിരിക്കും, ആ ഫ്ലാപ്പ് അഴിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ വീൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാപ്പ് അഴിച്ച് മാറ്റാം. ഒരു 4 10-ൻ്റെ ബോൾട്ടുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്കിൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കവർ അഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അടിയിൽ ആ സൈഡിൽ 2 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇതാ ഇവിടെയും 2 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്രാങ്കിൻ്റെ ഇത്. അപ്പോൾ ഇനി AC-ൻ്റെ ബെൽറ്റ് അഴിക്കണം, പിന്നെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് അഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഓൾട്ടർനേറ്റർ ബെൽറ്റ് അഴിക്കുന്നതിന് മുന്നേ ആ പമ്പിൻ്റെ പുള്ളീൻ്റെ 4 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, അത് ലൂസാക്കി വെക്കണം, അല്ലാണ്ട് പിന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മൗണ്ടിങ് ഒക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മൗണ്ടിങ് അഴിച്ച് ജാക്കി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സമ്പിൽ ജാക്കി സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൗണ്ടിങ് അഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ 10-ൻ്റെ ബോൾട്ടിന് ബോക്സ് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മൗണ്ടിങ് അഴിച്ച് മാറ്റിയേക്കണം. ബെൽറ്റ് ഊരിനതിൻ്റെ മുന്നേ വാട്ടർ പമ്പിൻ്റെ പുള്ളീൻ്റെ ബോൾട്ട് ഊരി കഴിഞ്ഞാൽ ഒന്നും കൂടി സിമ്പിളാവും കേട്ടോ.
അപ്പോൾ എ സീൻ്റെ ബെൽറ്റ് ഊരി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു പുള്ളി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എ സീൻ്റെ ബെൽറ്റ് ഊരിയിട്ടുണ്ട്. ഇനി ആ ക്രാങ്കിൻ്റെ ഫ്രണ്ടിൽ ഒരു പുള്ളിയുണ്ട്. അത് ആ പുള്ളി കഴിക്കുന്നുണ്ടെങ്കിൽ 410 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ടിൽ പുള്ളി കഴിച്ച് മാറ്റാം. അതിന് ശേഷം പിന്നെ ക്രാങ്കിൻ്റെ മെയിൻ പുള്ളി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ പുള്ളി അയക്കാം, ഇത് എ സീൻ്റെ ബെൽറ്റിലേക്കുള്ള പുള്ളിയാണ്. അപ്പോൾ അത് 10 ബോൾട്ട് 4 അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അഴിച്ച് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ഊരിയില്ല കേട്ടോ. ഊരാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പമ്പിൻ്റെ ബോൾട്ട് ഭയങ്കര ടൈറ്റാണ്. നമുക്ക് കോമ്പിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവണം. അപ്പോൾ അവിടെ ബോക്സ് ഇട്ടിട്ട് തന്നെ അഴിക്കാൻ പറ്റുള്ളൂ. ആ ബോക്സ് ഇട്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഗ്യാപ്പ് വരുത്തണം. മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റി ശേഷം കുറച്ച് ഗ്യാപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൈയിടാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പുള്ളി അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പുള്ളി അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മൗണ്ടിങ് കൂടി അഴിച്ച് മാറ്റണം. എന്നാൽ അവിടെ കൂടി ഗ്യാപ്പ് ഇടാൻ പറ്റും. ആ മൗണ്ടിങ് അഴിക്കാതെ 14 ബോൾട്ട് ഒരു 4 ഉണ്ടായിരിക്കും. ആ ബോൾട്ടുകൾ അയച്ചതിന് ശേഷം മൗണ്ടിങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ക്രാങ്ക് ഒരു ലോക്ക് ചെയ്തിട്ട് ക്രാങ്ക് ലോക്ക് ചെയ്യുക. ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ടൈറ്റ് ആവുമല്ലോ. അപ്പോൾ ക്രാങ്ക് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് നേരെ വാട്ടർ പമ്പിൻ്റെ ആ ബോൾട്ട് ജസ്റ്റ് ലൂസായി കൊടുത്താൽ മതി. അതിന് ശേഷം മാത്രം ബെൽറ്റ് ലൂസായി കൊടുത്താൽ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മൗണ്ടിങ് അഴിച്ചിട്ട് മാറ്റി വെക്കാം. ഓക്കെ, മൗണ്ടിങ് ഇപ്പോൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം വേറെ. നമ്മൾ വാട്ടർ പമ്പിൻ്റെ പുള്ളിൻ്റെ ബോൾട്ട് അത് ലൂസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 10 ബോൾട്ട് ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബെൽറ്റ് അയക്കണം, ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് അയക്കണം. അപ്പോൾ അത് അയക്കണം എന്നുണ്ടെങ്കിൽ അത് അവിടെ അഡ്ജസ്റ്റ് ഉണ്ടായിരിക്കും. 12 ബോൾട്ട് ലൂസാക്കുക, നേരെ അഡ്ജസ്റ്റ് ലൂസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലൂസാക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം ബെൽറ്റ് ഊരിയെടുക്കുക, പിന്നെ വാട്ടർ പമ്പിൻ്റെ പുള്ളിയും കൂടി ഊരിയെടുക്കുക. പിന്നെ ടൈമിങ്ങിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അയച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ബെൽറ്റ് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ആ വാട്ടർ പമ്പിൻ്റെ പുള്ളി അയച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 4-10 ബോൾട്ട് ഓരോന്നോരോന്ന് ലൂസാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ ലൂസാക്കി വെച്ചു. ഇനി കൈ കൊണ്ട് ഊരിയെടുത്താൽ മതി. പുള്ളി ഊരിയെടുത്തു. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ടൈമിംഗ് കവർ അയക്കണം കേട്ടോ. ടൈമിംഗ് കവറിന് ചുറ്റും കുറേ 10 ബോൾട്ടുകളുണ്ടായിരിക്കും. ആ ബോൾട്ടുകൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചെടുക്കുക കേട്ടോ. ഈ ടൈമിംഗ് കവർ 2 പീസായിട്ടോ. മുകളിലത്തെ ഒരു പീസും അടിയിൽ വേറെ പീസായിട്ടാണ് വരിക കേട്ടോ. പിന്നെ ഓയിലിൻ്റെ സ്റ്റിക്കിൻ്റെ ഒരു 12 ബോൾട്ട് ഉണ്ടായിരിക്കും. അത് ലൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഓയിലിൻ്റെ സ്റ്റിക്ക് ഒന്ന് അവിടെ ചിരിച്ച് വെക്കണം. ഒരു സൈഡിലത്തെ ബോൾട്ട് അഴിക്കാൻ ചിലപ്പോൾ പറ്റില്ല വരും. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് ആ ബോൾട്ട് ഒന്ന് 12 ബോൾട്ട് ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചാൽ കേട്ടോ. എന്താ ഈ ഒരു 12 ബോൾട്ട് വെച്ചിട്ട് സ്റ്റിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൈഡാക്കി വെച്ചാൽ. അവിടെ ഒരു ബോൾട്ട് ഉണ്ട്, നേരെ മുകളിലൊരു ബോൾട്ട് ഉണ്ട്, നേരെ അതിൻ്റെ അപ്പുറത്തൊരു ബോൾട്ട് ഉണ്ട്. പിന്നെ മൗണ്ടിങ്ങിൻ്റെ അടിയിലൊരു 10 ബോൾട്ടും കൂടി ഉണ്ടായിരിക്കും. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ കവറൊന്ന് അഴിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം അടിയിൽ പോയിട്ട് അടിയിലത്തെ കവറും കൂടി അഴിക്കണം. ഓക്കെ, മുകളിലത്തെ കവർ അഴിച്ചിട്ടുണ്ട്. ക്യാമിൻ്റെ പുള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ബാക്കിയുള്ള കവറും കൂടി നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ അടിയത്തെ കവർ അയക്കാന്നുണ്ടെങ്കിൽ ആദ്യം ക്രാങ്കിൻ്റെ പുള്ളി അയക്കണം കേട്ടോ. അപ്പോൾ ക്രാങ്കിൻ്റെ പുള്ളി ഇതാ ആ സെൻറ്ററിലെ ബോൾട്ടിന് അയച്ചെടുത്തിട്ട് നമുക്ക് ആ പുള്ളിനെ പുറത്തേക്ക് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ അവിടെ 10 ബോൾട്ട് നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടിട്ട് ആദ്യം ക്രാങ്കിൻ്റെ പുള്ളിനെ അഴിച്ചെടുക്കാം. ഓക്കെ, ക്രാങ്കിൻ്റെ പുള്ളി പോന്നു. പിന്നെ ക്രാങ്കിൻ്റെ സെൻസർ ഉണ്ടായിരിക്കും കേട്ടോ. ആ സെൻസർ ബെൻഡ് ആവുകയും ചെയ്തിട്ട് പതിയെ എടുക്കുക. ആ കവർ ഊരിയിട്ട് വേണം സെൻസർ എടുക്കാൻ കേട്ടോ. കവറിൻ്റെ ഉള്ളിലാണ് സെൻസർ. ബൈക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആ സെൻസർ ഒരിക്കലും ബെൻഡ് ആവരുത്. ബെൻഡായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവാനും കാര്യങ്ങളൊക്കെ പണിയാവും. അപ്പോൾ ടൈമിംഗ് കവറിൻ്റെ ബാക്കി ബോൾട്ടുകൾ അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അയച്ചിട്ടുണ്ട്. ഇനി ഇതാ ആ കവറിന് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ആ കവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ക്രാങ്കിൻ്റെ സെൻസർ പുള്ളിയാണ് കേട്ടോ. അപ്പോൾ ആ സെൻസർ അതിനഴിച്ച് പതിയാണ്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ക്രാങ്കിൻ്റെ സെൻസർ കേട്ടോ. ആ സെൻസറും കൂടി ഒന്ന് അഴിച്ച് മാറ്റി വെക്കണം കേട്ടോ അവിടുന്ന്. എന്നാലേ നമുക്ക് ബെൽറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ടെൻഷനറിൻ്റെ
സ്പ്രിങ് വരുന്നത് ആ ഒരു 10 ബോൾട്ടിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സെൻസറും കൂടി ഒന്ന് അഴിച്ച് മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ടൈമിങ് വെക്കണം. അപ്പോൾ ടൈമിങ് വെച്ചതിന് ശേഷം വേണം നമുക്ക് ബെൽറ്റ് അഴിച്ചെടുക്കാൻ. അപ്പോൾ ടൈമിംഗ് മാർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്രാങ്കിൻ്റെ ടൈമിംഗ് മാർക്ക് പറഞ്ഞാൽ ആ പുള്ളിയിലൊരു പോയിൻ്റ് ഉണ്ടായിരിക്കും, ഒരു കുത്തുണ്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഡോട്ട് ഉണ്ടോ? ഒരു ഡോട്ട് ഇതാ അവിടെ എഞ്ചിൻ്റെ ബ്ലോക്കിലൊരു മാർക്ക് ഉണ്ടായിരിക്കും. ആ മാർക്കിന് അവിടെ കൊണ്ടുവയ്ക്കുക. കണ്ടോ, ഒരു ആരോ മാർക്ക് ഉണ്ടോ? ആ ആരോ മാർക്കിൻ്റെ അവിടേക്ക് ഈ ടൈമിംഗ് പുള്ളീൻ്റെ അവിടെ, ഈ പുള്ളീൻ്റെ അവിടെ ഒരു ഇതുണ്ടായിരിക്കും, കുത്ത്, അത് കൊണ്ടുവയ്ക്കുക. പിന്നെ ക്യാമിൻ്റെ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ആ ആരോ മാർക്ക് ഈ പുള്ളീൻ്റെ അവിടെ ഒരു വെട്ടുണ്ടായിരിക്കും. ആ വെട്ട് നേരെ അവിടെ കൊണ്ടുവയ്ക്കണം. ആ ഹെഡിൻ്റെ അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടായിരിക്കും. ആ ക്രാങ്ക് തിരിച്ച് അവിടെ കൊണ്ടുവയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രാങ്ക് ടൈമിംഗ് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നേരെ പതിയെ പതിയെ കറക്കി കൊണ്ടുവരിക. ആദ്യം ക്രാങ്കിൻ്റെ പുള്ളി കറക്റ്റാക്കി വെക്കുക. ഓക്കെ, ആ പുള്ളി ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ക്യാമിൻ്റെ മാർക്കും കൂടി പോയി വെക്കാം മുകളിൽ. അതെവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം. ആ പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയും കൂടി ക്രാങ്ക് കറക്കണം. ഒരു തവണ കൂടി ക്രാങ്ക് കറക്കി കഴിഞ്ഞാൽ ഈ മാർക്ക് നേരെ ഇപ്പുറത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കറക്കി ഇതാ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ നേരെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതാ ക്രാങ്കിൻ്റെ മാർക്ക് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ആരൊക്കെ കൊണ്ടുവയ്ക്കുക. നേരെ ഇനി ഇതാ ടെൻഷനറാണ്. ആ ടെൻഷനർ ലൂസാക്കുക. ഇതാ ഇവിടെ ഒരു കമ്പി ഉണ്ടായിരിക്കും ടെൻഷനറിൻ്റെ. അത് ജസ്റ്റ് ഒന്ന് ഒരു മൈനസ് വെച്ചിട്ട് തട്ടിന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ടൈം ബെൽറ്റ് ഊരിയെടുത്താൽ മതി കേട്ടോ. ക്രാങ്കും ക്യാമൊക്കെ ടൈമിങ് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു 15 ബോൾട്ട് ലൂസാക്കുക. ആ ടെൻഷനെ ലോഡാക്കുന്ന ഈ ഒരു സ്പ്രിങ് കമ്പിയാണ് കേട്ടോ. ആ കമ്പി ജസ്റ്റ് ഒരു മൈനസ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടിയെടുത്താൽ മതി. എത്രയേ ഉള്ളൂ ഐറ്റൻ്റെ ടൈമിങ് വെക്കാനും ടൈം ബെൽറ്റ് കാര്യങ്ങളൊക്കെ മാറാം കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് വലിയ കോംപ്ലിക്കേറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നുണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു കണക്ടർ വെച്ചിട്ട് തോണ്ടി കൊടുത്താൽ അല്ല ആ സ്പ്രിങ് ഊരി മാറ്റിയിട്ട് ഇപ്പോൾ ആ ടെൻഷൻ പോയിട്ടുണ്ടാവും, ടെൻഷൻ പോയിട്ടുണ്ടാവും. ഞാൻ ബോൾട്ടിന് ഊരിയെടുത്ത് പുറത്തേക്ക് എടുത്താൽ മതി. ഓക്കെ, ടെൻഷനർ ഊരിയെടുത്തിട്ടുണ്ട്. ടെൻഷനറിൻ്റെ ഒരു ലോക്ക് പോയി നിൽക്കണ വാട്ടർ പമ്പിൻ്റെ അവിടെ ഒരു സ്റ്റഡി പോലത്തെ ഉണ്ടായിരിക്കും. അതിനകത്തേക്ക് കയറ്റി വെക്കണം കേട്ടോ ടെൻഷനർ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ടെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ സ്റ്റഡിയിലേക്ക് കയറിയിരിക്കുക ചെയ്യാം. അപ്പോൾ ടൈമിംഗ് ബെൽറ്റും ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കാതെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അപ്പോൾ നമ്മൾ ഐറ്റൻ്റെ ടൈം ബെൽറ്റ് മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.